ഡേറ്റ ചോർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടതിന് തെളിവ് പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല. പുറത്തുവന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഇൻഫർമേഷൻ കേരള മിഷന് നൽകിയ കത്ത്. കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ സമ്പൂർണ്ണ വിവരങ്ങൾ നൽകണമെന്ന ആവശ്യം. സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് ചെന്നിത്തല. തിരുവനന്തപുരം ജില്ലയിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാൻ CPM. തിരുവനന്തപുരം സെൻട്രലും കോവളവും ഏറ്റെടുക്കാൻ നീക്കം. കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി ലത്തീൻ സഭ. കൊച്ചിയിൽ നിന്നുള്ളവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നും രൂപതാംഗമാകണമെന്നും ആവശ്യം. രണ്ട് ദിവസ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് രാത്രി 9 മണിക്ക് പാർലമെന്റ് സെനറ്റിനെ അഭിസംബോധന ചെയ്യും. വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനുള്ള ധാരണാപത്രം ഒപ്പിടും. മോദിയുടെ സന്ദർശനം അമേരിക്ക ഇറാൻ യുദ്ധഭീതി നിലനിൽക്കുന്നതിനിടെ. കോട്ടയത്ത് ദേവലോക അരമനയിലും NSS ആസ്ഥാനത്തും എത്തി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയം കൂടി ചർച്ചയായെന്ന് വിശദീകരണം. അതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. ദേവലോകത്ത് ഞാൻ ഇന്ന് ഇന്നലെ പോകുന്നതല്ല. കോട്ടയത്ത് MP ആയിരിക്കുന്ന കാലം മുതൽ ദേവലോക അരമനയായിട്ടും ബാബാ തിരുമേനിമാരുമായിട്ടും നല്ല ബന്ധമാണ് എനിക്കുള്ളത്. അപ്പൊ ഞാൻ കോട്ടയത്ത് വന്നപ്പം ആ ദേവലോകത്ത് ഒന്ന് പോയി എന്നുള്ളതാണ്. തിണ്ണനിരങ്ങലും സന്ദർശനവും രണ്ടെന്ന് VD സതീശൻ. മറുപടി ചെന്നിത്തലയുടെ സന്ദർശനം തിണ്ണനിരങ്ങലല്ലേ എന്ന ചോദ്യത്തിന്. വർഗീയത പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന വർഗീയത തിണ്ണനിരങ്ങലും പോയി കാണലും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായി? തിണ്ണനിരങ്ങ അവിടെ കിടക്കണ്ടെന്നാണ് അതിന്റെ അർത്ഥം. തിണ്ണനിരങ്ങ എന്നുള്ള വാക്കും സന്ദർശിച്ചു എന്നുള്ള വാക്ക് രണ്ടാണ്. ആലപ്പുഴ തുറവൂരിൽ അമ്മയുടെ മൃതദേഹം മകൻ കുഴിച്ചുമൂടി. കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് മകൻ ഗിരീഷിനെ ചോദ്യം ചെയ്യുന്നു. മൃതദേഹം വീട്ടിനുള്ളിൽ നിന്ന് പുറത്തെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബംഗാളിൽ പുതിയ രാഷ്ട്രീയ വിവാദം ഉയർത്തി മമത. സംസ്ഥാനത്തിന്റെ പേര് ബംഗ്ല എന്നാക്കണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിക്കാത്തത് ബംഗാൾ വിരോധം കൊണ്ടെന്നും മമത. നീക്കം കേരളം എന്നാക്കിയതിന് പിന്നാലെ. യുദ്ധഭീതിക്കെതിരെ ഇറാൻ അമേരിക്കൻ നിർണായക ചർച്ച നാളെ ജനീവയിൽ. നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകിയാൽ കരാർ കയ്യെത്തും ദൂരത്തുനിന്ന് ഇറാൻ. റെഡ് ലൈനുകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന കർശന നിലപാടിൽ അമേരിക്ക. യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും താവളങ്ങളിലേക്ക് US 150-ലധികം സൈനിക വിമാനങ്ങൾ വിന്യസിച്ചു.